കഴിഞ്ഞ ദിവസമാണ് അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് അമ്മയിലെ വനിതാ അംഗങ്ങൾ തമ്മിൽ വലിയ സോഷ്യൽ മീഡിയ പോരൊക്കെ ഉണ്ടായിരുന്നത്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റിന്റെ ട്വീറ്റ് അല്ലെങ്കിൽ പോസ്റ്റിനെതിരെ മാലാ പാർവതിയാണ് ഇന്നലെ രംഗത്ത് വന്നത്. ഇതിനിടയിലാണ് ടിനി ടോമിനെതിരായ വർഗീയ അധിക്ഷേപ കേസ് അത് അൻസിബയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൽ കൂടുതൽ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അൻസിബ കൊടുത്ത അടുത്ത കേസിലും അടുത്ത പരാതിയിലും കേസെടുക്കാൻ സാധിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. നീനാക്കുറുപ്പ്, ശ്വേതാ മേനോൻ എന്നിവരുടെ മൊഴി കടവന്ത്ര പോലീസ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ഇന്നലെ ടിനി ടോമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. നവമി ദിനേശ് ചേരുകയാണ്. നവമി, പോലീസ് പലപ്പോഴും ഈ കേസുകളിൽ തങ്ങളുടെ നിലപാട് ഈ പരാതികളിൽ കേസെടുക്കാനാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വർഗീയ അധിക്ഷേപം എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമായി കണ്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായാണല്ലോ ഈ മൊഴിയെടുക്കലും മറ്റും. അതെ രഞ്ജിത്ത്, എന്തായാലും ടിനി ടോമിന് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കില്ല. ചിലപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ളൊരു സാഹചര്യമാണ്. ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയോടുകൂടിയാണ് ടിനി ടോം പോലീസ് സ്റ്റേഷൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നടപടിക്രമത്തിന്റെ ഭാഗമായി ശ്വേതാ മേനോനെയും നീനാക്കുറുപ്പിനെ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. കാരണം ഇത് കടവന്ത്രയിലെ ഒരു അമ്മയുടെ കുടുംബ സംഗമ വേദിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു വർഗീയ പരാമർശം ടിനി ടോം നടത്തിയതെന്നാണ് നീനാക്കുറുപ്പ് അൻസിബയോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നീനാക്കുറുപ്പിന്റെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ നീനാക്കുറുപ്പ് ഉറച്ചു നിൽക്കുകയും അങ്ങനെ വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞു. പിന്നീട് ഇത് കോടതിയിലെത്തിയപ്പോൾ നീനാക്കുറുപ്പിന്റെ മൊഴിയടക്കം ഏറെ നിർണായകമായതിനെ തുടർന്ന് തന്നെയാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്തായാലും ശ്വേതാ മേനോൻ പറയുന്നത് താൻ അത്തരത്തിലുള്ള ടിനി ടോം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് താൻ കേട്ടിട്ടില്ല എന്നാണ് ശ്വേതാ മേനോൻ എടുത്ത നിലപാടും. എന്തായാലും ഇതിൽ വീണ്ടും ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ടിനി ടോം ഇന്നലെ നൽകിയ മൊഴി താൻ അത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, സുഹൃത്തുക്കൾക്കിടയിൽ സ്വാഭാവികമായി മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, അല്ലാതെ ഈ പറയുന്നത് പോലെയുള്ള വർഗീയ പരാമർശങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ടിനി ടോം പോലീസിനോട് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് അടക്കം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. നേരത്തെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു. പക്ഷേ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് അൻസിബയുടെ പരാതിയിൽ കടവന്ത്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത്, മറ്റൊരു കാര്യം, ലക്ഷ്മിപ്രിയക്കെതിരായിട്ടുള്ള പരാതിയിൽ, അതായത് നേരത്തെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അൻസിബയെ അപകീർത്തിപരമായിട്ടുള്ള തരത്തിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയെ അറിയിച്ചത്. ഈ വീഡിയോ പരിശോധിച്ചു. അതിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അൻസിബയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ ലക്ഷ്മിപ്രിയ നടത്തിയിട്ടില്ല. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്തായാലും അതും വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അൻസിബ നൽകിയ പരാതികളിലാണ് പോലീസിന്റെ കോടതി നിർദ്ദേശത്തെ തുടർന്നുള്ള പോലീസിന്റെ കേസെടുക്കലിൽ ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുപ്പുകൾ ഇതെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.